തൃശൂർ ലോക്സഭയിലും വടകര ലോക്സഭയിലും 8 നിലയിൽ പൊട്ടുമെന്ന് മനസ്സിലായ കോൺഗ്രസ് ഇപ്പോൾ പുതിയ ആരോപണവുമായി രംഗത്തിറങ്ങുകയാണ്. തൃശ്ശൂരിലും വടകരയിലും CPIM BJP ബന്ധമാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നത്. അതായത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ പുതിയ നാടകവുമായി അവർ എത്തുകയാണ്. കോൺഗ്രസ് BJP വിരുദ്ധത അതിശക്തമായി അലയടിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ മുരളീധരനെ ഇറക്കിയത് BJPക്ക് ഇഷ്ടമായില്ല. അതുപോലെ തന്നെ വടകരയിൽ ഷാഫി പറമ്പിൽ വന്നിരിക്കുന്നു. അത് എന്തുകൊണ്ടും ഷാഫി പറമ്പിലിനെതിരെയുള്ള ഒരു വലിയ ഹൈപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം കോൺഗ്രസ് നടത്തുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി തീവ്രമായി ശ്രമിക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കുന്നു. എന്തൊരു മ്ലേച്ഛമായ വർത്തമാനമാണിത്. വടകരയിൽ ഷാഫി പറമ്പിലിനെ തോൽപ്പിച്ചിട്ട് BJPക്ക് എന്തു ഗുണം? ജയിപ്പിച്ചാലല്ലേ ഗുണമുള്ളൂ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒന്നുകൂടി സാന്നിധ്യം അറിയിച്ചുകൂടി. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി പറയുന്നത് BJP CPIM തമ്മിലുള്ള അന്തർധാര എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് കാണിക്കുന്ന ഈ അല്പത്തരം, ഈ രാഷ്ട്രീയമാണ് കേരളത്തിലെ കോൺഗ്രസിനെ പടുകുഴിയിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസ് നാമാവശേഷമായി പോയത് ഇതുകൊണ്ട് മാത്രമാണ്. പാർലമെൻറ്റിൽ കുറച്ച് സീറ്റുകൾ കിട്ടി എന്ന് പറഞ്ഞ് അധികം ഞെളിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഇന്ത്യ മുന്നണിക്ക് ജനങ്ങൾ കൊടുക്കുന്ന വോട്ടാണ്. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിൽ ഇടതുപക്ഷം കൂടിയുണ്ട്. രാജ്യത്തെ മതേതരത്വവും അതുപോലെ തന്നെ രാജ്യത്തെ ഫാസിസത്തിനെതിരെയുള്ള ഒരു വോട്ട് ബാങ്കായാണ് കോൺഗ്രസ്സിന് ജനങ്ങൾ വോട്ട് നൽകുന്നത്. അത് പക്ഷേ ആ രീതിയിൽ കോൺഗ്രസ് ചിന്തിക്കാതെ അത് ഇടതുപക്ഷത്തിനെ തകർക്കാൻ ജനങ്ങൾ നൽകുന്ന വോട്ടാണ് എന്നൊക്കെ ചിത്രീകരിച്ചാൽ അത് വിശ്വസിക്കാൻ മാത്രം മടയരല്ല കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിൽ എപ്പോഴും UDFന് ഒരു അപ്പർ എഡ്ജുണ്ട്, അതിനകത്തൊരു സംശയം വേണ്ട. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2009 UDFന് 16 സീറ്റുകൾ കിട്ടിയപ്പോൾ LDFന് കേവലം 4 സീറ്റുകളെ കിട്ടിയുള്ളൂ. 2014 12 സീറ്റ് UDFന് കിട്ടിയപ്പോൾ 8 സീറ്റ് LDFന്. 2019 19 സീറ്റും UDFന് കിട്ടിയപ്പോൾ കേവലം 1 സീറ്റ് മാത്രം LDFന്. അങ്ങനെയുള്ള ഒരു വിജയ പരമ്പര ആവർത്തിച്ച UDFന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ആ മേൽക്കൈ ഒരിക്കലും UDFൻ്റെ മഹിമ കൊണ്ട് കിട്ടുന്നതല്ല. ജനങ്ങൾ കൃത്യമായൊരു ഇക്വേഷൻ്റെ പുറത്ത്, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മാത്രം കൊടുക്കുന്ന വോട്ടാണ്. അതിനകത്ത് നിഷ്പക്ഷരായ ജനതയുണ്ട്, മതേതര മൂല്യം കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്, അവരുടെ കൂടി വോട്ടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ നമ്മുടെ വടകരയിൽ നിന്ന് മുരളീധരൻ ജയിച്ചപ്പോൾ ഇത് ന്യൂനപക്ഷ ഏകീകരണം കൊണ്ടാണ് താൻ ജയിച്ചതെന്നുള്ളത് ആർക്കാണ് അറിയാത്തതെന്ന് കൃത്യമായി വ്യക്തമായി വിളിച്ചു പറഞ്ഞത്.